പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ യാത്രയുടെ പ്രത്യേകത, ഇത്തവണ നമ്മൾ പോകുന്നത് ഒറ്റയ്ക്കല്ല കേട്ടോ. കൂടിന് 40 പേരുണ്ട്. 40 പേരുടെയും നയിക്കുന്നത് നമ്മുടെ സ്വന്തം ആനവണ്ടി ടീം ആണ്. ബജറ്റ് ടൂറിസം സെൽ, KSRTC ബജറ്റ് ടൂറിസം സെല്ലിൻ്റെ യാത്ര. അത് എവിടത്തേക്കാണെന്നല്ലേ? അത് കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് ആറന്മുള പഞ്ചപാണ്ഡവർ ദേവി ക്ഷേത്രം വരെയുള്ള ഒരു 2 ദിവസത്തെ യാത്ര. അതിമനോഹരമായ ആ യാത്രയിലേക്കാണ് ഞാൻ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നത്. അപ്പോൾ നമ്മൾ പല ഭാഗങ്ങളായാണ് ഈ യാത്ര ചിത്രീകരിക്കുന്നത്. ഈ യാത്രയിൽ നമ്മെ നയിക്കുന്നത്, നമ്മളെ ഗൈഡായി പ്രവർത്തിക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് ബിജയ്. കൂടെ പ്രജീഷ് സാറുണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ വാഹനം ഓടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ വാഹനം. മനോഹരമായ, എപ്പോഴും ഓർത്തു വെക്കാൻ മനസ്സിൽ ഹൃദയത്തിൽ തങ്ങുന്ന നിമിഷങ്ങളാണ് നമുക്ക് KSRTC സമ്മാനിക്കുന്നത്. ആ യാത്രയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ ക്ഷണിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗംഗ ഏകുമല. മഹാഭാരത ചരിത്രത്തിലൂടെ ഒരു തീർത്ഥാടന യാത്ര. ഈ തീർത്ഥാടന യാത്രയിലേക്ക് ബഡ്ജറ്റ് ടൂറിസം സെൽ KSRTC എല്ലാ തീർത്ഥാടകരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. മഹാഭാരത കാലത്ത് പാണ്ഡവർ അജ്ഞാതവാസം നടത്തിയിരുന്നു എന്ന് ഐതിഹ്യം പറയുന്ന പാണ്ഡവൻ പാറയുള്ള ചെങ്ങന്നൂരിൽ നിന്നും ആരംഭിക്കുന്ന ഈ തീർത്ഥാടന യാത്രയിൽ ധർമ്മ സംസ്ഥാപനാർത്ഥം അവതരിച്ച ശ്രീകൃഷ്ണനെ തൃച്ചിറ്റാറ്റിലും ദുഷ്ടനിഗ്രഹാർത്ഥം അവതരിച്ച ശ്രീകൃഷ്ണനെ തൃപ്പുലിയൂരിലും മുരളിയൂതി ഗോക്കളെ മേയിക്കുന്ന ഗോശാലകൃഷ്ണനെ തിരുവൻവണ്ടൂരിലും സർവോപനിഷത്സാര സർവസ്വമായ ഗീത ഉപദേശിച്ച ഭഗവാന്റെ ദിവ്യരൂപത്തെ തിരുവാറന്മുളയിലും കണ്ടു തൊഴുത് തിരുവാറന്മുളയപ്പന്റെ തിരുവോണത്തോണിയും പള്ളിയോടങ്ങളും കണ്ട് വള്ളസദ്യയും കഴിച്ച് ആറന്മുളയുടെ സ്വന്തം ലോഹക്കണ്ണാടിയും കണ്ട് നമ്മൾ യാത്ര തുടരുകയാണ്. കവിയോ തൃക്കാക്കുടി ഗുഹാക്ഷേത്രത്തിലൂടെ അഗ്നിഭഗവാനിൽ നിന്ന് ലഭിച്ച അത്ഭുത നാരായണ വിഗ്രഹം തൃക്കൊടിത്താനത്തും തൊഴുത് പാണ്ഡവർക്കാവ് ദേവീക്ഷേത്രത്തിൽ അവസാനിക്കുമ്പോൾ നമ്മൾ ഭക്തിയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാകുകയാണ്. ഭാരതത്തിൽ തന്നെ അപൂർവമാണ് പഞ്ചപാണ്ഡവർ പ്രതിഷ്ഠിച്ച ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളും ഗുഹാക്ഷേത്രങ്ങളും. അന്യസംസ്ഥാനങ്ങളിലുള്ള ധാരാളം ഭക്തർ ഇവിടെ ദർശനത്തിനായി എത്താറുണ്ട്. ഭാരതത്തിലെ എണ്ണം പറഞ്ഞ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ 5ഉം ചെന്തമിഴ് സാഹിത്യത്തിലെ വൈഷ്ണവ ഭക്ത കവികളുടെ ഗുരുവായി തന്നെ കരുതിവരുന്ന നമ്മാഴ്വാർ തന്നെ സ്തുതിച്ചിട്ടുള്ള മലയനാട്ടിലെ 11 തിരുപ്പതികളിൽ ഉൾപ്പെട്ടതുമാണ് ഈ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ. 5 വൈഷ്ണവ ക്ഷേത്രങ്ങളെന്നും ഇതറിയപ്പെടുന്നു. മധ്യ തിരുവിതാംകൂറിലെ ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി താലൂക്കുകളിലാണ് പാണ്ഡവ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പൂർവം രാമതപോവനാദിഗമനം ഹത്യാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ഉപായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹരണം സമുദ്രതരണം ഗംഗാപുരീമർദ്ദനം പശ്ചാത് രാവണകുംഭകം ഹനനം വേദത്തെ രാമായണം
രാമായണം കഴിഞ്ഞു കേട്ടോ. തൃച്ചിറ്റാറ്റ്, തിരുപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻവണ്ടൂർ, തൃക്കോടിത്താനം എന്നിവയാണ് ഈ പാണ്ഡവക്ഷേത്രങ്ങൾ. ധർമ്മപുത്രർ ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നിവർ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്നതാണ് സങ്കല്പം. 5 ക്ഷേത്രങ്ങളും ഒരേ ദിവസം ദർശനം നടത്തിയാൽ മുക്തി അഥവാ മോക്ഷം ലഭിക്കുമെന്നും ഒരു വിശ്വാസമുണ്ട്. വനവാസക്കാലത്ത് പാണ്ഡവർ ചെങ്ങന്നൂരും പരിസരത്തുമായി വസിച്ചിരുന്നു എന്നും അജ്ഞാതവാസം ആരംഭിക്കുന്നതിനു മുൻപ് ഭൃഗു മഹർഷിയുടെ ഉപദേശപ്രകാരം പാണ്ഡവർ പൂജിച്ചിരുന്ന 5 വിഷ്ണു വിഗ്രഹങ്ങൾ 5 പ്രതിഷ്ഠിച്ചു എന്നതുമാണ് ഐതിഹ്യം. യാത്ര തുടരുകയാണ്. എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും യാത്ര എൻജോയ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആടിയും പാടിയും കഥകൾ പറഞ്ഞും പാട്ടുപാടിയും കവിതകൾ ചൊല്ലിയും കോമഡികൾ അവതരിപ്പിച്ചും വളരെ ഹൃദയസ്പർശിയായ ഒരു യാത്രയാണ് KSRTCയിൽ നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാത്രയുടെ തുടർ എപ്പിസോഡുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് പ്ലേസിലേക്കാണ്. നമ്മുടെ വണ്ടി അവിടെ പാർക്കിങ്ങിൽ വെക്കാൻ പോവുകയാണ്. ക്ഷേത്രത്തിനകത്തും പരിസരത്തും ക്യാമറ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അതിനാൽ അവിടുത്തെ വീഡിയോ നമുക്ക് ലഭ്യമല്ല, അതിനെ ചിത്രീകരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അടുത്ത യാത്രയിലുള്ള വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം, നന്ദി. बड़ी पाछे रहत जान गुनी कहूँ